നാളെ ശ്രീകൃഷ്ണ ജയന്തിയല്ലേ, അപ്പോൾ ഇവന്മാരെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. വിധിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇരുട്ടാണ്, ലൈറ്റൊക്കെ ഇട്ടാൽ വിധിക്കുട്ടൻ എണീക്കും. ക്യാമറ റൂമിലായതുകൊണ്ട് ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് അവിടുന്ന് പെട്ടടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവനെ റെഡിയാക്കിയിട്ട് വേണം ദേവനെ റെഡിയാക്കാനായിട്ട്. ഞാൻ അവനെ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ വിധുക്കുട്ടനെ ഒരുക്കി കേട്ടോ. ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ദേവൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാനും അവനും കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവൻ ക്യാമറ ഇട്ട് തട്ടണം, അതൊക്കെ എടുത്തതാണ്, പക്ഷെ അത് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി വിധുക്കുട്ടനെ റെഡിയാക്കി ആദ്യം ആക്കാമെന്ന് ഓർത്താണ് വിധുക്കുട്ടനെ റെഡിയാക്കിയത്. പക്ഷെ അത് നടന്നില്ല. ദേവനെ കൃഷ്ണനുമാക്കി ഇവർ രണ്ടുപേരും കൂടി കോംബോ ചെയ്ത് അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ദേവനെ പിടിച്ചിരുത്തി. ദേവൻ ഇതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്. ദേവനെ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നതാണ്, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ തൊട്ട് ദേവൂട്ടൻ എനിക്കൊരു ചെവിതലേ സൗകര്യം തരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എന്നെ ഒരുക്കണില്ല, എന്നെ കൃഷ്ണനാക്കണില്ല, എന്നെ കൃഷ്ണനാക്കെന്ന് പറഞ്ഞാൽ എന്നെ പുറകെ നടക്കുവാണ്. ഞാൻ വിചാരിച്ചത് വിധുക്കുട്ടനും കൂടി അവൻ്റെ ഉറക്കച്ചടയൊക്കെ മാറിയിട്ട് രണ്ടുപേരെ ഇവനെ ഒരുക്കണതും ഇവനെ മാലയൊക്കെ ഇടിക്കണ അവനും കുഴപ്പമുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവ സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഇവനെ അങ്ങ് റെഡിയാക്കി ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ റെഡിയാക്കുവാണ്. ദേവൂട്ടൻ ഇങ്ങനെ ഒരുങ്ങണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറകൊക്കെ ഇട്ട് തരാനൊക്കെ പറയും. സ്കൂളിൽ പോകുമ്പോൾ ഇഷ്ടമല്ല, അല്ലാത്തപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പറയണ പോലെയൊക്കെ കേൾക്കും. ഇച്ചിരി പിടപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവനോട് കേട്ടാൽ നിനക്ക് പെങ്കൊച്ചാകാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നമ്മൾ പറയും പോലെയൊക്കെ അവൻ നിന്ന് തരുകയും ചെയ്യുകയും ഒക്കെ ചെയ്തോളും. അപ്പോൾ എനിക്കിങ്ങനെ ഒരുങ്ങിയിട്ട് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ മുഖത്ത് നല്ല ക്യൂട്ട്നെസ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കും, അവൻ എനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട് കേട്ടോ. നമ്മൾ പറയും പോലെയൊക്കെ കേട്ടോളും പുള്ളി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഐബ്രോ പെൻസിൽ ഇല്ലായിരുന്നു. ഇവന്മാർ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത്. ഇപ്പോൾ വിധുക്കുട്ടനെ ഞാൻ അങ്ങനെ എഴുതിപ്പിക്കാറില്ല. അപ്പോൾ ദേവൻ്റെ തന്നെ ഒരു പെൻസിൽ കിടപ്പുണ്ടായിരുന്നു, അതിന് നിബില്ലായിരുന്നു, മോനയില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് വെച്ചാണ് ഇതൊക്കെ വരച്ചത് കേട്ടോ. പിന്നെ അപ്പോൾ അന്നേരം ചേട്ടായി വന്ന് വിധുക്കുട്ടൻ്റെ കൂടെ കിടന്ന് അവനൊന്ന് ഏറ്റപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അടിയിൽ ആ സാധനം കൊടുക്കണമൊന്നും എടുത്തില്ല. അതായത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞ കളറ്. അപ്പോൾ ഈ മഞ്ഞ കളർ എൻ്റെ ഒരു അമ്പലത്തിൽ, അതായത് SNDP ചതയത്തിന് കൊടുക്കുന്ന സാരിയായിരുന്നു. അപ്പോൾ അത് ദേവൻ്റെ ഉടുപ്പിച്ചപ്പോൾ തൊട്ട് ദേവൻ നാരായണമൂർത്തി ദൈവദശവും ചൊല്ലിക്കൊണ്ട് നടക്കുവാണ്. എടാ നീ ഗുരുദേവനല്ലടാ, നിന്നെ കൃഷ്ണനാക്കണമെന്ന് പറഞ്ഞിട്ട്, അല്ല ഈ പാട്ടാണ് ഇത് കൊടുക്കുമ്പോൾ പാടട്ടെ എന്ന് പറഞ്ഞാൽ അതും പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ ഞാൻ മാലയൊക്കെ ഇടിച്ച് സെറ്റ് ചെയ്തു. പക്ഷേ വിധുക്കുട്ടൻ എണീറ്റില്ല. വിധുക്കുട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെയും കൂടി ഞാൻ രാധയും കൂടി ആക്കി എടുക്കാമെന്ന് ഞാൻ എല്ലാ ക്യാമറമാനെയൊക്കെ വിളിച്ച് ചോദിച്ചു കേട്ടോ. പക്ഷെ ആരും അന്ന് എല്ലാവർക്കും വർക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എന്നാൽ എൻ്റെ ഫോണിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ അവന്മാരെയൊക്കെ എൻ്റെ കൂട്ടുകാരെയും വീടിൻ്റെ അടുത്തുള്ളവന്മാരെയൊക്കെ വിളിച്ചാണ് ഞാൻ ഫോട്ടോ എടുപ്പിക്കാറ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനുമോള് വന്ന മാലയാണ് അത്, പ്ലാസ്റ്റിക്കിൻ്റെ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, അവൾ പറഞ്ഞത് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് അവൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ കെട്ടി കൊടുക്കുവാണ്. അങ്ങനെ തോന്നിയത്. ഞാൻ എന്ത് ചെയ്താലും നമ്മളെന്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു പെർഫെക്ഷന് വേണമോ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പോൾ റെഡിയാക്കുവാണത്. പുള്ളിക്ക് അതൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആകെ ഒരു ഇഷ്ടക്കേട് എന്താണെന്ന് വെച്ചാൽ ആ മാല ബാക്കിൽ കുത്തി കയറുന്നുണ്ടായിരുന്നു, അത് മാത്രമാണ് ഒരു ഇഷ്ടക്കേടായിട്ടുള്ളത്. അപ്പോൾ അച്ചമ്മ ആകെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ. അച്ചമ്മക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അച്ചമ്മ ഫോണും തപ്പി നടക്കുവാണ്. ഇത് ഞാനും അച്ചാമ്മയും കൂടിയാണ് പോണത്. ബെൽറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. അത് കുത്തിയിട്ട് വലിയ സാരി ആയതുകൊണ്ട് കുത്തിയിട്ടിരിക്കുന്നത്. ഇതാണ് ദേവൂട്ടൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ദേവൂട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും ഒരു കള്ളകൃഷ്ണനെ പോലെ ഇല്ലേ അവൻ. കമ്മലിടാൻ മറന്നു. പിന്നെ ഒരു സൈഡിൽ അതിങ്ങനെ തൂങ്ങി കിടക്കണമുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവനെ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ ഇരിയടാ ഇങ്ങനെ ഇരിയടാ എന്നൊക്കെ പറയണുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കിയേ. ഇത് നമ്മുടെ SNDP അവിടെ വെച്ചാട്ടോ എടുത്തത്. ഇവിടെ ഒക്കെ വെച്ചപ്പോൾ എല്ലാവരും ഓടി വന്നു. അവിടെ ഓഡിറ്റോറിയം പണിയണ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലിച്ചേട്ടനൊക്കെ ഓടി വന്നപ്പോൾ അവർക്കൊക്കെ ടാറ്റ കൊടുക്കും ദേവൻ. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേ അമ്പലത്തിലിട്ട് പിന്നെ ഓട്ടോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഓട്ടോ നിർത്തി ചോദിച്ചേടാ നീ നാളെ പോകണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു അമ്പലത്തിൽ. അപ്പോൾ പുള്ളിക്ക് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ബെൽറ്റ് സൈഡിൽ കാണുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമായി. ഓട്ടോ ചേട്ടൻ നിർത്തിയായിരുന്നു ഇവനിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃഷ്ണനെ എടുത്തുകൊണ്ട് പോരുവാ. അതെ അതെ ഗൈസ്, ഇഷ്ടമായോ?
ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. സപ്പോർട്ട് ചെയ്യണം. ബൈ. ദേവൻ എപ്പോഴും അത് പറയും കേട്ടോ. അതെനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ഓടക്കുഴലുണ്ടോയെന്ന് ചോദിക്കണം, ഓണക്കുയിൽ. അപ്പോൾ ഞങ്ങൾ സർപ്പത്തിൽ പോകാനായിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു. അച്ചായി വന്ന് ഞങ്ങളെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ നമുക്ക് സർപ്പത്തിൽ ഇന്ന് ദാഹം വെപ്പാണ്. അപ്പോൾ അവിടെ പോകാൻ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ, അമ്മ, ഗിരിച്ചിട്ട്, അനുമോള്, ബിന്നി ആൻറ്റി. അപ്പോൾ ഞങ്ങളതേ പോവാണ് സർപ്പത്തിലേക്ക്. ഇന്നവിടെ ദാഹം വെപ്പാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ കുറച്ച് വെള്ളപ്പൂ ഇല്ലായിരുന്നു, അതുണ്ടായിരുന്നു. എൻ്റെ പേരെന്താ പറയണത്, മന്ദാരോ അങ്ങനെ എന്തോ. അപ്പോൾ അത് സൗമ്യക്കടെ വീടിൻ്റെ ഫാദിക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിക്കുവാണ്. സർപ്പത്തിലേക്ക് ബ്രഹ്മരക്ഷസ സ്വാമിക്കും ദേവിക്കൊക്കെ വെക്കാനായിട്ട് വെള്ളപ്പൂ വേണം. അപ്പോൾ അമ്മ അത് കണ്ടപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്കിത് പറിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് ഞാനും അനുമോളും ബിന്നിയാൻ്റിയെ കൂടി അത് പറിക്കുക കേട്ടോ. അപ്പോൾ ബിന്നിയാൻ്റിയാണ് ഹായി ഒക്കെ തന്നത്. റോഡ് സൈഡിൽ തന്നെ. സൗമ്യക്ക് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നേ, പറപ്പിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിത് നേരെ അമ്പലത്തിലേക്ക് എത്തി. നമ്മൾ ഓട്ടോയ്ക്കാട്ടോ പോകുന്നത്. അപ്പോൾ ഇത് നേരെ അമ്പലത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയും കാര്യങ്ങളും ചുറ്റുകളൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അധികം സന്ധ്യ ആയിട്ടില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ച് പേരും കൂടിയൊക്കെ വരും. സന്ധ്യ സമയത്താണ് നമ്മൾ ദാഹം വെക്കണേ. അപ്പോൾ ദീപമൊക്കെ കത്തിച്ചായിരുന്നു ചിരാതിനകത്ത്. ഷീലാമ്മയൊക്കെ ബാക്കിൽ വിളക്ക് കത്തിക്കുന്നുണ്ട് ദേവിക്ക്. അത് ഈ ദാഹം വയ്ക്കുന്ന ഓരോ വ്യക്തികൾ നടത്തുന്ന കേട്ടോ, അവരുടെ വഴിപാടാണ് ദാഹം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്രൂട്ട്സും മലര് അവല് അങ്ങനെ എല്ലാ കാര്യങ്ങളും ദാഹം വയ്ക്കുന്നവരാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇന്ന് 2 പേരാണ് വയ്ക്കുന്നത്, അതായത് 2 കൂട്ടരാണ്. അപ്പോൾ അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദാഹം വെക്കാനായിട്ട്. അപ്പോൾ ഞാനും കുറേ അമ്മമാരും ഒക്കെ കൂടി അത് പൊളിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കണം. ഓറഞ്ച് സെപ്പറേറ്റ്, മുന്തിരി, മാതളം അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കണം നമ്മൾ ദാഹം വെക്കുമ്പോൾ അവലും മലരിൻ്റെ അകത്ത് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ അനുഗ്രഹിക്കും, ചിലപ്പോൾ അതായത് സർപ്പം തമാര തുള്ളാറുണ്ട്. ഇത്തവണ തുള്ളിയായിരുന്നു. നമ്മൾ ഗുരുനാഥരാണ് ദാഹം വെക്കണത്. നമ്മുടെ കുടുംബക്കാരൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, വർക്കിംഗ് ഡേ അല്ല, ഞായറാഴ്ചയായിരുന്നു പൂജ വയ്ക്കുന്നത്. അപ്പം ആൾക്കാർ വരേണ്ടതാണ്, പക്ഷേ അന്ന് കുറവായിരുന്നു പൊതുവെ ആൾക്കാർ. ഓരോ സൺഡേ കിട്ടുമ്പോൾ ആൾക്കാർ എല്ലായിടത്തും ഒക്കെ പോകുമല്ലോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതേ അവിടെ കുറച്ച് പേര് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാക്കി ചേട്ടായിയും കൊച്ചിനൊക്കെ കൂടി നിന്ന് ഇലയും കാര്യങ്ങളൊക്കെ വെട്ടി ദാഹം വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ബാക്കി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അനുമോളും ചിറ്റിയൊക്കെ നിൽക്കണം. അനുമോളും ഗിരിച്ചിറ്റിയൊക്കെ തുള്ളാറുണ്ട് കേട്ടോ, അനുഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ദേവിച്ച് നിൽക്കുന്ന ചേച്ചി, അവർ 2 പേരാട്ടോ നടത്തണം. ദീപം കൊണ്ട് പോകുന്ന ചേച്ചിയും പിന്നെ അപ്പുറം നിൽക്കുന്ന കൊച്ചിൻ്റെ പേരാണ് ദാഹം. ചേച്ചിയും കൂടി ഇരട്ടിയായിരുന്നു. അപ്പോൾ നടത്തുന്നവരാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുകയാണ് ആ ചേച്ചി. കുറച്ച് പേരും കൂടിയൊക്കെ വന്നായിരുന്നു കേട്ടോ, നമ്മുടെ കുടുംബത്തിലുള്ള കുറച്ച് മനോജവം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം പദാത്മജം ബാനുമുക്തി ശ്രീരാമദൂതം ശരണം പ്രപദ്യേ അഖില ഭുവനദീപം താരക ബ്രഹ്മരൂപം ശബരീവാസം ഭഗവായേ ഭൂതനാഥം തന്നീമഹം ബോന്ദേ വിഷ്ണുരൂപം ജനാർദ്ദനം വിശ്വകാരുണ്യ ഭാവന നമുക്ക് ഉത്സവവും തളിച്ചുകൂടലും സർപ്പം തുള്ളലും ഒക്കെ ഉണ്ട് കേട്ടോ വർഷം തോറും. അപ്പോൾ ഇതിപ്പോൾ ഈ ഇടയായിട്ട് തുടങ്ങിയതാണ് ദാഹം വയ്ക്കുന്നത്. ഗുരുനാഥസ്വാമി പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. എല്ലാ ഒന്നാം തീയതി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സർപ്പത്തിൽ. അപ്പോൾ കൊച്ചിച്ചൻ അവലും മലരൊക്കെ ഇട്ട് വിളക്ക് കൊളുത്തി അതിനകത്ത് പഴവും വേണ്ട ഫ്രൂട്ട്സും പൂവും ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് ദാഹം വയ്ക്കുവാണ്. കരിക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയുള്ള മറ്റേ ആ ദാഹം വെപ്പല്ല. കൊച്ചിച്ചൻ ചെയ്തിട്ട് പിന്നെ നടത്തണവർ, അതായത് ആരാണോ നടത്തണത് അവരാണ് പിന്നെ അവലും മലരും എല്ലാവർക്കും ചെയ്യാൻ വഴിപാടാണല്ലോ, പിന്നെ അവരാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത് ആ കൊച്ചും അതേപോലെ കൊച്ചിച്ചൻ ചെയ്ത പോലെ തന്നെ അവലും മലരും ഒക്കെ എടുത്ത് ഇലയിലേക്ക് വെക്കുവാണ്. പിന്നെ ഞാനും അനുമോളും ഗ്രീച്ചിട്ട് എല്ലാവർക്കും വെക്കാം കേട്ടോ അങ്ങനെ. അപ്പോൾ കുടുംബക്കാർക്ക് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അങ്ങനെ വെക്കാം. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവൂട്ടൻ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്.
ഇത് വീഡിയോ എടുത്ത് സുമിച്ചേച്ചിയുടെ നേരെ പിടിച്ച് ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. വീഡിയോ എടുക്കുമ്പോൾ ചരിച്ചെടുത്തെങ്കിലേ കുറച്ചും കൂടി ഇതായിട്ട് വരുള്ളൂ. ഇങ്ങനെ നേരെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ. അപ്പോൾ ഞങ്ങളും വെയിറ്റ് ചെയ്യുകയാണ്. ദേവൂട്ടനും അവിടെ സൈഡിൽ നിൽപ്പുണ്ട്, ഇടാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. നമ്മളിവിടെ 3 കാവാണ് നിൽക്കുന്നത്, കടുവമേലിയും നാഗുമേലിയും തെക്കേ നാഗുമേലിയും കേട്ടോ. അടുത്തടുത്ത് 3 കാവുണ്ട്. നമ്മുടെ കടുവമേലിയാണ്. അപ്പോൾ അത് ഗിരി വെച്ചിട്ട് ഇടാനായിട്ട് അവർ ഇടാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ്. ദേവൂട്ടന് വാരി ഇടുന്നുണ്ട് കേട്ടോ. ദേവൂട്ടൻ എന്തോ ഇത് കളി പോലെയാകും, ഇഷ്ടമാതിരി വാരി ഇടുന്നുണ്ട്. അങ്ങനെ ഇടല്ലെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണില്ല. പിന്നെ ഞാനും ഇട്ടാനും മോളും ഇട്ട് ഞങ്ങൾ കുടുംബക്കാർ മൊത്തം ഒരുമിച്ച് നിന്ന് ഇടുക കേട്ടോ. ഷീലാമ്മയും അച്ചായിയും അപ്പുറം നിൽപ്പുണ്ട് വിധുക്കുട്ടനുമായിട്ട്. വിധുക്കുട്ടൻ അതുവഴി ഓടിയൊക്കെ നടക്കുമായിരുന്നു. ഇപ്പുറത്ത് ഇരിക്കണ ഇലയിലും കൂടി ഇടുന്നു കേട്ടോ. ഇപ്പുറത്തെ ഇലയിലും ചെയ്യും. എന്താണ് 3 ഇല വെച്ചേക്കണത്. അപ്പോൾ അപ്പുറം അനുഗ്രഹിച്ചു, ദേവി അനുഗ്രഹിച്ചു വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണ്. അത് കഴിഞ്ഞ് അവരെല്ലാവരും അനുഗ്രഹിച്ചേക്കുന്നത് കസേരയിൽ ബ്രഹ്മരക്ഷ സ്വാമി ഇരിപ്പുണ്ട്, അപ്പുറം ഗുരുനാഥ സ്വാമി തുള്ളുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ പങ്കിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ഗിരിയച്ചിട്ട് അടുത്തേക്ക് വന്നായിരുന്നു. അവിടെ ഉണ്ണിയണ്ണനും ജൂഡിയും വിധുക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കും കേട്ടോ. ചോറിന് ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോയമ്പായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഞങ്ങളിവിടെ വന്ന് നോയമ്പൊക്കെ മുറിച്ച്. അപ്പോൾ അതേ ജൂഡി ഹായ് കാണിക്കുന്നുണ്ട്, അക്കുടും ഉണ്ണിയണ്ണനും. അപ്പോൾ അവൾ ഏതാണ്ടൊക്കെ പറയും. ഞാൻ പറയും അവളോട് ഹായ് കാണിക്കാനായിട്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഞാൻ വോയിസ് ഓവർ കൊടുത്തോളാടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഒരു 11-11:30 ആയപ്പോൾ അപ്പുക്കുട്ടൻ കൊണ്ടാക്കി. ഇത് പിറ്റേ ദിവസം ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. ഞാൻ റെഡിയായി, ദേവൻ റെഡിയായി, വിധുക്കുട്ടനുണ്ട്, അമ്മയുണ്ട്, വാവച്ചിയുണ്ട്. അപ്പോൾ വാവച്ചി വരാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഇവിടെ മറവഞ്ചൂരിലുള്ള കൃഷ്ണന്തൃക്ക അമ്പലത്തിലാണ് പോകുന്നത്. ചേട്ടായി വരുന്നില്ല. അതേ വാവച്ചിയായിട്ട് ഞങ്ങൾ നേരെ കൃഷ്ണന്തൃക്കയിലേക്ക് പോകുന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്ക് രാവിലെ ആയിരുന്നു. ഞങ്ങളിതപ്പോൾ അധികം തിരക്കില്ല, എന്നാലും തിരക്കുണ്ടായിരുന്നു. കുഞ്ഞ് കൃഷ്ണന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാമറ ഷെയ്ക്കാണ് ഞാനിങ്ങനെ നടക്കുമ്പോൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ഐഫോണൊന്നും അല്ലല്ലോ, സാധാ ഒരു പാവപ്പെട്ട ഫോണാണ്. പാവപ്പെട്ട ഞാനും പാവപ്പെട്ട എൻ്റെ ഫോണും. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ കൃഷ്ണന് തുളസിമാലയും നെയ്വിളക്കും ചന്ദനത്തിരി, വിളക്ക് തിരി, അതൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അതൊക്കെ മേടിക്കണം, കുഞ്ഞ് ദേവനെ കൊണ്ട് കത്തിക്കാനായിട്ട് കേട്ടോ. എണ്ണയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൃക്കൈവെണ്ണ എഴുതിക്കാനായിട്ട് ഇപ്പുറത്തെ ഇവിടെ വരണം കേട്ടോ, ഈ കൗണ്ടറിൽ വരണം. അപ്പോൾ ഞങ്ങൾ തൃക്കൈവെണ്ണ എഴുതിക്കാനായിട്ട് അമ്മയും വാവച്ചിയും കൂടി അങ്ങ് പോയി. ദേവനും ഉണ്ട് അവിടെ. അപ്പോൾ ഞാനും വിധുക്കുട്ടനും കൂടി ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് ഇവർ വരാൻ വേണ്ടി. തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം കേട്ടോ. അപ്പോൾ അവിടെ അന്നദാനവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും വിധു ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞ് തൊഴുത് നല്ലപോലെയൊക്കെ തൊഴാൻ പറ്റിയത് കഴിഞ്ഞ് ഞങ്ങളത് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോവാണ്. ഈ ഒരൊറ്റ ഗ്രൗണ്ടിൽ തന്നെയാണ് മുരുകൻ്റെ അമ്പലം ഇരിക്കുന്നത്, അതിന് തൊട്ട് പറ്റേ. അപ്പോൾ അത് ഞങ്ങൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് മുരുകൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് ഇപ്പുറത്തേക്ക് പോകുന്നു കേട്ടോ. ദേവൂട്ടനെ അക്ഷരം എഴുതിപ്പിച്ചത്, ആദ്യ അക്ഷരം എഴുതിപ്പിച്ചപ്പോൾ കുർത്തിയായത്. പുള്ളിക്ക് കുറച്ച് ടൈറ്റായിരുന്നു. ഇപ്പോൾ ക്ഷീണിച്ചുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കയറും. അത് പാകമാണ്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ മുരുകൻ്റെ അമ്പലത്തിലും തൊഴാൻ വന്നേക്കുവാണ്. അപ്പുറം ഒരു അമ്പലമുണ്ട്, മേപ്രാമ്പത്ത് അമ്പലത്തിൽ. 2 പേർക്കും ചോറ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അവിടെ ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് തൊഴുത് അകത്ത് മുരുകനെ കാണാനായിട്ട് അകത്ത് വന്നു. അവിടെ ചെന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഫോൺ അമ്പലത്തിൽ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഒരു ചേച്ചി വന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ അമ്പലത്തിലെ പ്രസാദം കൊണ്ട് ഈ അമ്പലത്തിലേക്ക് വരില്ലെന്ന് അവിടെ എല്ലാവരോടും പറയാനുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ പ്രസാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാവച്ചിയൊക്കെ പ്രസാദമായിട്ട് പോകുന്നു. ഇതാണ് അമ്പലത്തിലെ വ്യൂ, ഫ്രണ്ടിലെ കടയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെണ്ണ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെണ്ണ കിട്ടിയായിരുന്നു. അത് വിധുക്കുട്ടന് കൊടുക്കും കേട്ടോ. അവൾ വാവച്ചി അവൻ കുഴപ്പമില്ല, കഴിച്ചായിരുന്നു. ഒരു വഴുവഴുപ്പുള്ളത് കൊണ്ട് പുള്ളിക്ക് അത്ര അങ്ങനെ സൂചിച്ചില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അവളോട് കഴിക്കാൻ പറയുക വിധുക്കുട്ടൻ, ആച്ചി കഴിക്കാൻ. വാവച്ചിക്ക് അവൻ ആച്ചി എന്ന് വിളിക്കണം. അപ്പോൾ അമ്മയും ദേവനും തൊഴുതിട്ട് വന്നു കേട്ടോ. മുരുകൻ്റെ അമ്പലത്തിൽ ഞങ്ങൾക്ക് നല്ലപോലെ തൊഴാൻ പറ്റിയില്ല, പ്രസാദം കയ്യിരിക്കണോണ്ട്. ഞങ്ങൾ പിന്നെ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതും കൊണ്ട് ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവിടെ എല്ലാവരുടെ കയ്യിലും പ്രസാദം ഉണ്ട് തൃക്കൈവെണ്ണയൊക്കെ കഴിച്ച്. അപ്പം ദേവന് അത് ഇഷ്ടപ്പെട്ടില്ല, ദേവനത് തൂത്ത് കളഞ്ഞ്.
അമ്മയും കഴിച്ച് ഞാനും ഒക്കെ കഴിച്ചിട്ടുണ്ട്. ദേവൻ്റെ മുഖം ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കളിപ്പാട്ടമൊക്കെ വേണമെന്ന് പറഞ്ഞ് കളിപ്പാട്ടം മേടിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാത്തിനും തീ പിടിച്ച വില. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഒരു കാര്യം ചെയ്ത് നമുക്ക് ഐസ്ക്രീം മേടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഭയങ്കര അതെ ഞാൻ പിടിച്ച സാധനത്തിന് 100-150 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അത് വീട്ടിൽ ചെന്നാലും അതിൻ്റെ കാറ്റുമൊക്കെ അപ്പം തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് പിന്നെ ആ കാര്യം പുള്ളി മറന്ന് വേണ്ടെന്ന് പറഞ്ഞു ഐസ്ക്രീം കണ്ടപ്പോൾ. പിന്നെ ഐസ്ക്രീം കടയിൽ വന്ന് 4 ചോക്കോബാർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിധുക്കുട്ടനും ദേവനും ഒക്കെ ഹാപ്പിയായി. ഇത് മതിയെന്ന് പറഞ്ഞു. കുറേ ആയി പുള്ളിക്ക് 2 പേർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ചുമയും കഫക്കെട്ടൊക്കെ ആയതുകൊണ്ട് മേടിച്ച് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് പൊതിയുവാണ്. അപ്പോൾ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, കൈ ഇപ്പോൾ കാശൊന്നും കിട്ടണില്ല, എല്ലാവരും പേക്കാരാണ്, ഗൂഗിൾ പേ ആണ് ചെയ്യണത്, അതുകൊണ്ട് കൈ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞു, എല്ലാം അക്കൗണ്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ എന്നോടും പറഞ്ഞു ഗൂഗിൾ പേ ആണോ എന്ന് ചോദിച്ചു. ഞാനും പറഞ്ഞു അതെ അച്ഛാ ഗൂഗിൾ പേ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പൈസ കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. ഓട്ടോയ്ക്കാണല്ലോ പോയത്. തിരിച്ചു പോരുവാണ്. വീട്ടിൽ വന്നപ്പോഴേ ഞങ്ങളുടെ കൈ ഐസ്ക്രീം ഇരിക്കണോണ്ട് അതെങ്ങനെയെങ്കിലും അകത്താക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ വിധുക്കുട്ടൻ തിന്നണ ദേവൻ ഡ്രസ്സ് മാറാനായിട്ട് വെള്ളമുണ്ട് കൊടുത്തേക്കണോണ്ട് ചോക്ലേറ്റ് വീഴില്ല, അതുകൊണ്ട് അവനകത്ത് പോയി. അപ്പോൾ ഞാനും പാവച്ചയൊക്കെ ഇരുന്ന് കഴിക്കണം. അപ്പോൾ ഞങ്ങൾ ദേവനെ കൃഷ്ണനായിട്ട് ഒരുക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. പാട്ടിടാത്തത് കോപ്പിറൈറ്റ് കിട്ടണതുകൊണ്ടാണ് പാട്ടും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തായിരുന്നു ഇവർ ഒരുങ്ങണേൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഹലോ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഞാൻ പറഞ്ഞല്ലോ എന്താ വീഡിയോയിലുള്ളതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ദേവനെ ഒരുക്കണതും പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും അമ്പലത്തിൽ പോക്കും പിന്നെ നമ്മുടെ സർപ്പക്കാവിലെ ദാഹവെപ്പൊക്കെ ആട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അത് ഓരോ ദിവസവും ഓരോ കണ്ടൻറ്റ് ഇപ്പോൾ വെളിയിൽ നമ്മൾ പോകാറില്ലെന്ന് ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയണമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിയിൽ പോകാറില്ല. അപ്പോൾ നമ്മൾ പോണ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചിലവർ അറിയാത്തവരും ഉണ്ടാകുമല്ലോ, ദാഹം വെക്കണതും നമ്മുടെ അമ്പലത്തിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞാലും ഞാൻ ഉദ്ദേശിക്കണമായിരിക്കില്ല ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് പിന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 300 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതായത് ഒരു സബിൽ തുടങ്ങി ഒരു സബ്സ്ക്രൈബിൽ തുടങ്ങി ഇപ്പോൾ 300 ആകുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ പുറകോട്ട് നോക്കണം, വിധുക്കുട്ടൻ അവിടെ ഉറങ്ങുന്നുണ്ടോ, നീറ്റ് വരണ്ടോന്ന് കേട്ടോ നോക്കുന്നത്. അപ്പോൾ എനിക്കും ഞാൻ പൊരുതി നേടിയതാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിതിനു വേണ്ടി ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ടല്ലോ. അതായത് ഇപ്പം നിങ്ങൾ വിചാരിക്കും പോലെ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. നമ്മൾ ക്യാമറ എടുക്കണതും ഷൂട്ട് ചെയ്യണതും എഡിറ്റ് ചെയ്യണ കാര്യമാണ് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇതിന് ബാക്കിൽ നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ഇതായിട്ട് അതായത് സൈഡായിട്ട് കൊണ്ടുപോകണം. അത് പ്രൊഫഷണലായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നല്ലപോലെ എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിജയത്തിൻ്റെ പിന്നിലും ഒത്തിരി എഫേർട്ടുണ്ടല്ലോ. അപ്പോൾ അതേപോലെ നമ്മളും നമ്മുടെ ഫാമിലിയും വളർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് വ്യൂസും ഇന്നലത്തെ വീഡിയോയിൽ കുറവായിരുന്നു, സാരില്ല കുഴപ്പമില്ല, അത് പയ്യെ കയറിക്കോളും. ഇപ്പോൾ നമ്മൾ വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വ്യൂസ് കുറയണത്. ഞാൻ ഒട്ടുമിക്ക യൂട്യൂബ് ചാനൽ ചിലതൊക്കെ കാണാറൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് പറ്റുമ്പോഴേ കാണാറുണ്ട്. പിന്നെ ഡെയിലി വീഡിയോസ് ഇല്ലാത്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും. നമുക്ക് ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സ് വാങ്ങണം. 365 ദിവസം കൊണ്ട് 3000 വാച്ച് അവറും തയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞാലാണ് നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ പേര് എനിക്ക് പൈസ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യൂട്യൂബ് ഒന്നും മനസ്സിലാക്കുക, യൂട്യൂബ് തുടങ്ങുമ്പോഴേ നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടിയില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബേഴ്സ്, 1000 അല്ലെങ്കിൽ 500, അതും ഈ 368 ദിവസത്തിനുള്ളിൽ. പിന്നെ നമ്മുടെ ഏതെങ്കിലും വീഡിയോ 10 lakhs അടിക്കണം. അതായത് ലൈക്കാണോ വ്യൂസാണോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒത്തിരി കടമ്പകളുണ്ട് യൂട്യൂബിൽ. അല്ലാണ്ട് നമുക്ക് ഉടനെ ഒന്നും പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പയ്യെ നമ്മുടെ ചാനൽ വളരും തോറും അത് കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് വാച്ച് അവർ ഇപ്പോൾ 500 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പയ്യെ 368 ദിവസത്തിനുള്ളിൽ
നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വേണം നമ്മുടെ ജേണിയിൽ. അപ്പോൾ നമ്മൾ 500 സബ് ആകുമ്പോൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കണം. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണമുണ്ട്, കല്യാണമുണ്ട്, അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബോറടിക്കുന്നുണ്ട് വേറെ കമൻറ്റ് ചെയ്യണം. പിന്നെ കാർത്തിക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ കൊച്ച് എന്നോട് വീഡിയോ ചെയ്യാമെന്ന് പറയാൻ പറഞ്ഞല്ലോ. ക്ലീനിങ് വീഡിയോ ചെയ്യാത്തത് പോസിബിൾ അല്ല, എന്താണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാത്തതല്ല കേട്ടോ. ക്ലീനിങ് വീഡിയോ നമ്മൾ കുഞ്ഞുങ്ങളില്ലാത്തപ്പോൾ വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരെ എങ്ങോട്ടെങ്കിലും ഒന്ന് എൻ്റെ വീട്ടിലേക്കോ വാവച്ചിയുടെ വീട്ടിലേക്കൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതുമല്ല ഞാൻ മേളിലൊക്കെ കയറുമ്പോൾ എനിക്ക് ചേട്ടായുടെ ഹെൽപ്പ് വേണം. ഞാനിപ്പോൾ ഒന്ന് പകുതി ചെയ്ത് നിർത്തിയേക്കുവാണ്. കാരണം ഞാൻ അടുക്കളയിൽ കയറി ക്ലീൻ ചെയ്യാനായിട്ട് തട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് ഈ 8 കാലിനെയൊക്കെ ഭയങ്കര പേടി. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടായുടെ ഹെൽപ്പ് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായുടെ സൗകര്യത്തിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ മോർണിംഗ് റൊട്ടീൻ ഞാൻ ഇടാറുണ്ടല്ലോ, അതുകൊണ്ടാണ് ക്ലീൻ. പിന്നെ മാസ്ക് ഒക്കെ വെച്ച് കെട്ടിയാത്ത എനിക്ക് മാസ്കും കാര്യങ്ങളൊക്കെ അലർജിയാണ്, അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.